ഇന്നത്തെ രാത്രി യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ എൻ്റെ കൂടെ യാത്ര ചെയ്യാറുള്ള ആളല്ല ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻസി. ഇന്നത്തെ നൈറ്റ് റൈഡ് ഞങ്ങൾ ഒരുമിച്ചാണ്. കൂടെ നമ്മുടെ ആഞ്ചലീനയുണ്ട്. പലപ്പോഴായിട്ട് ഒന്ന് പുറത്തു പോയി കറങ്ങാൻ വേണ്ടി പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് സാധ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് ആ യാത്ര സാധ്യമായി. അതിൻ്റെ ഒരു വല്ലാത്ത സന്തോഷവും എക്സൈറ്റ്മെന്റും എൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റോട്ടോ. അങ്ങനെ ഐക്കിലർ വർഷയും റൈഡർ കണ്ടാപ്പിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ റൈഡ് വന്നെത്തിയത് നമ്മുടെ എറണാകുളത്തുള്ള ക്യൂൻസ് വാക്ക് വേയിലാണ്. പകൽ സമയങ്ങളിൽ പലപ്പോഴായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും രാത്രി ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങി വരുന്നത് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വല്ലാണ്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ആഞ്ചലീന വല്ലാത്ത ഹാപ്പിനെസ്സിലും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പുള്ളിക്കാരത്തെ അത് നന്നായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആഞ്ചലീനക്കും ഇതൊരു പുതിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് കുഞ്ഞ് വന്നിട്ടില്ല. സോ ആൾക്കിതൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. സോ ഓരോ മൊമെൻറ്റും ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. ഇനി നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ. ഫ്രഞ്ച് ഫ്രൈസ് ഫോർ ആഞ്ചലീന. പിന്നെ മോമോസിൻ്റെ 2 വെറൈറ്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം സ്പൈസി മൊമോസ്, ഒരെണ്ണം ചീസി മൊമോസ്. ലൈറ്റായിട്ട് ഫുഡും വാങ്ങി ആ വാക്ക് വേയിൽ പോയിരുന്ന് കഴിച്ച് കുറച്ചധികം നേരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ഇവളെൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതിനും ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരു കയ്യും കണക്കുമില്ല. പക്ഷേ ആഫ്റ്റർ മാരേജ് ഇങ്ങനെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ മൊമെന്റ്സ് എല്ലാം വളരെ പ്രൈസ്ലെസ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരുമിച്ചുള്ള കുറേ പ്രഹസനങ്ങൾക്കെല്ലാം ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ കുട്ടിക്കാലത്ത് കൂട്ടുകാരുമൊത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വലുതാകുമ്പോൾ ചെയ്യാൻ സാധിക്കാറില്ല. എന്നാലും അപ്പോൾ ഒരുമിച്ചുണ്ടായ കുറേ മെമ്മറീസ് നമുക്ക് റീകളക്ട് ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ കുറച്ച് മെമ്മറീസ് റീകളക്ട് ചെയ്ത ദിവസമായിരുന്നു ഈ കടന്നുപോയത്. പിന്നെ ഇത് ഞാൻ പഠിച്ചെൻ്റെ കോളേജ് മഹാരാജ് കോളേജ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എവിടെയോ കളഞ്ഞുപോയ എന്നെ എനിക്ക് തിരിച്ചു കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് ടു യൂണിവേഴ്സ് ആൻഡ് താങ്ക്സ് ടു മൈ ഡിയർ ഫ്രണ്ട് ആൻസി. അപ്പോൾ ബൈ.